ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ പുലാവ് കുക്കറിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ബസ്മതി റൈസ് ഏറ്റവും ആദ്യം തന്നെ നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഇതൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. ഞാനിവിടെ റൈസ് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ബോണുള്ള ചിക്കൻ ആയിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ചിക്കനിലേക്ക് മസാല മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്. അത് രണ്ടും കുറേശ്ശെ എടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഇത് പുലാവ് ആയതുകൊണ്ട് ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കണില്ല. ഉണക്കമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ പുലാവിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ നമുക്കത് ബിരിയാണി കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 വലിയ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ജീരകം വേണം. ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകം എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിക്കാണ്ട് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബേ ലീവ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ 2 തക്കോലം വേണം, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 4 കരിയാമ്പൂ, 2 ഏലക്കായ. ഇത് പൊടിക്കാണ്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് പുലാവാക്കാൻ വേണ്ടിയിട്ട് നെയ്യും വേണം. പിന്നെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വേണം. ഞാനിവിടെ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അത് നിങ്ങൾ റൈസ് എടുക്കണ സെയിം കപ്പിൽ തന്നെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റും എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ പുലാവ് ആക്കാന്ന്. ഇതിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. പച്ചമുളക് ചേർക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ 5 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് എൻ്റെ വീട്ടിലുണ്ടായ പച്ചമുളകാണത്. അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. ചേർക്കുമ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞു കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അറിയാണ്ട് കിടക്കും. പിന്നെ വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ഞാനിവിടെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അതൊരു 4 വലിയ വെളുത്തുള്ളി ചേർക്കുക. ഇതേപോലെ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് അരച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ടും അത് ശരിക്കും അരിഞ്ഞ് കിട്ടണില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരു 1/2 ടീസ്പൂണൊക്കെ വെള്ളം മതിയാവും. ഇനി ചിക്കനിലേക്ക് മസാല മിക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കുക. ചിക്കനും കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കനിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുക്കണം. ചിക്കനിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മസാല ചിക്കനിൽ പിടിക്കില്ല. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിക്കനിൽ മസാല നന്നായിട്ട് ഇങ്ങനെ പിടിക്കണം. നമ്മൾ ചിക്കൻ കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാണ്ട് ചിക്കൻ കഴുകിയെടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ചിക്കൻ ഇങ്ങനെ തന്നെ വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ആക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നെയ്യ് ചേർക്കുക. ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിനകത്ത് നെയ്യില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. ഈ ചൂടായ ഈ നെയ്യിലേക്ക് ചിക്കൻ ചേർക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വറുത്തെടുക്കുക. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പി പോലെ ആവാൻ നിൽക്കണ്ട. ചിക്കൻ ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് മുരിയുക. ഇതിലേക്ക് ജീരകം ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഈ ജീരകവും കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ഇതിനകത്തിട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് റൈസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്.
ഇത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ചേർക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഈ കുക്കർ മൂടി വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കുക്കർ ലോക്ക് ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് മൂടിയാൽ മതി. ഇപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം മുഴുവനായിട്ടുള്ള ഗരം മസാല ചേർക്കാം. ഇതിലേക്ക് റൈസ് ചേർക്കാം. ഈ റൈസൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഈ റൈസ് ചേർത്ത് കഴിഞ്ഞിട്ടും ഈ വെള്ളം നന്നായിട്ട് ഒന്നും കൂടി തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കുക്കർ അടയ്ക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കറിൻ്റെ വിസിലിടുക. 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനത് റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.